മുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന നിലയ്ക്ക് ഇവരുടെ ഇത് ഈ പറഞ്ഞ പോലെ പാരമ്പര്യമായി കിട്ടിപ്പോരുന്ന അനുഭവിച്ചു പോരുന്ന ഒരു സംഗതിയാണെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ ധാരണയൊന്നും ആളുകൾക്ക് പൊതുവെ ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് ആളുകൾക്ക് സാധാരണ ജനങ്ങൾക്ക് ബോധ്യമാവുന്ന തരത്തിൽ കാര്യങ്ങളെ എത്തിച്ചു കൊടുത്തതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്തായാലും ശബരിമലയിലെ തന്ത്രിമാർക്കുണ്ട്. കാരണം നിരന്തരം ഒരു വിവാദങ്ങളിൽ ചെന്ന് പെട്ടതോടെയാണ് ആളുകൾക്ക് കുറേയൊക്കെ ഇതിനെക്കുറിച്ച് എന്തോ ധാരണയായി തുടങ്ങിയത്. ഇതിപ്പോൾ പരമ്പരാഗതമായാണ് തന്ത്രി പദവി ലഭിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം തന്ത്രി പദവി ലഭിക്കാൻ മറ്റെന്തെങ്കിലും ഒരു യോഗ്യത കൂടി വേണ്ടേ എന്നുള്ളതാണ്. അതായത് വെറുതെ തന്ത്രി പദവി അച്ഛൻ തന്ത്രി ആയതുകൊണ്ട് ഞാനും തന്ത്രി എന്ന മട്ടിൽ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും ഇല്ലാതെ തന്നെ സമ്പത്ത് അനുഭവിക്കാനുള്ള ഒരു മാർഗം, എല്ലാ കാലത്തേക്കുമുള്ള തൊഴിൽ എന്ന മട്ടിൽ ഇങ്ങനെ തലമുറയായി കൊണ്ടു നടക്കാം എന്നുള്ളതാണ്. അത് പക്ഷേ അതിന് അങ്ങനെ ശരി, അങ്ങനെ ഇനിയിപ്പോൾ അത് അങ്ങനെയാണ്, അങ്ങനെ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ അത് കൊണ്ടു നടക്കുന്നതിൻ്റെ ഒരു മാന്യതയുണ്ടല്ലോ, അതെപ്പോഴും പാലിക്കേണ്ടതുണ്ടല്ലോ. അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പഴയ ശോഭാ ജോൺ എന്ന് പറയുന്ന വനിതാ ഗുണ്ടയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അന്ന് ഇദ്ദേഹം കണ്ഠര് മോഹനർ ആദ്യം വിവാദത്തിൽ പെടുന്നത്. അതിനുശേഷം അന്ന് അദ്ദേഹം പ്രശ്നത്തിൽ പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ വരുന്നുണ്ട്. ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ ഇദ്ദേഹത്തിൻ്റെ ജ്ഞാനം അളക്കാൻ പ്രത്യേകം ശ്രമം നടത്തി. അവസാനം മനസ്സിലായത് ഒരു ബേസിക് എന്താ വെച്ചാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്കറിയാവുന്ന മന്ത്രങ്ങൾ പോലും അദ്ദേഹത്തിന് അറിയില്ല. അതാ പറഞ്ഞത്, അറിയില്ല. അതായത് അതൊക്കെ ഇപ്പം നമുക്ക് പച്ചവെള്ളം പോലെ നമ്മൾ ചൊല്ലിക്കൊടുക്കാം. അതെ, അതൊക്കെ മതിയെങ്കിൽ നമ്മൾ റെഡിയാണ് ഈ പണിക്ക്. പക്ഷേ അത് ആ മന്ത്രങ്ങൾ പോലും അറിയില്ല തന്ത്രിക്ക് എന്നാണ് ജസ്റ്റിസ് പരിപൂർണൻ കണ്ടെത്തിയത്. അദ്ദേഹം അന്തം വിട്ടുപോയി. ഇത് കണ്ടിട്ട് അതെ, അത് ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്നുള്ളത് അറിഞ്ഞിട്ട് അദ്ദേഹം അന്തം വിട്ടു പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? കണ്ഠര് രാജീവരർ വരുന്നു. കണ്ഠര് രാജീവരർ 13-ാം പ്രതിയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ. മാത്രമല്ല നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്, ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ സംശയങ്ങൾ ആദ്യം മുതലുണ്ട്. പക്ഷേ തന്ത്രിയിലേക്ക് എത്തുന്നതിന് സ്വാഭാവികമായും അതൊരു വലിയ അധികാര കേന്ദ്രം എന്നുള്ളത് കൊണ്ട് SIT അടക്കം കുറച്ച് വൈകി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ തന്ത്രിയുടെ തീരുമാനങ്ങളാണ് ശബരിമലയിൽ അന്തിമമാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് സംശയിക്കേണ്ട ഒരു സ്ഥാനത്ത് കൂടിയാണ് തന്ത്രി ഇരിക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ സ്ഥിതി. തന്ത്രിയിലേക്ക് എത്തി, തന്ത്രി ഇതിൽ പ്രതിയുമായി. അപ്പോൾ പ്രതിയായ ഉടനെ തന്നെ മകന് കൊടുത്ത് രക്ഷപ്പെടുക. നേരത്തെ കണ്ഠര് മോഹനർ എന്താ ചെയ്തത്? അച്ഛനെ തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് നല്ല പ്രായമായിരിക്കായിരുന്നു കണ്ഠര് മഹേശ്വരർ. അദ്ദേഹത്തെ കൊണ്ടുവന്ന് തൽക്കാലത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് തീരെ വയ്യ എന്നായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ മഹേഷ് മോഹനർക്ക് കൊടുത്തു. അങ്ങനെ വലിയ തട്ടുകേടില്ലാതെ അദ്ദേഹം അത് മകന് കൈമാറാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇവിടെ ഇപ്പോൾ അടുത്ത ക്രിമിനൽ കേസ് വന്നിരിക്കുകയാണ്. ഇത് മറ്റതിനേക്കാൾ ഗൗരവമുള്ളതാണ്. അത് കണ്ഠര് മോഹനരെ പറ്റിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്തതാണ് കേസെങ്കിൽ ഇതങ്ങനെയല്ല. ഇദ്ദേഹം തന്നെയാണ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ഈ നറുക്കെടുപ്പിലേക്ക് വരുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇതൊരു പ്രശ്നമാകുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് രോഗാവസ്ഥയുണ്ട്, അതുകൊണ്ട് മകനെ ആക്കണം എന്ന് പറയുന്നത്. അപ്പോൾ കണ്ഠര് മഹേശ്വരൊക്കെ വളരെ പ്രായമാവുന്നത് വരെ അദ്ദേഹം പൂജ ചെയ്തിരുന്നു, അവിടെ തന്ത്രിസ്ഥാനത്തിരുന്നിരുന്നു. അത് വെച്ച് നോക്കിയാൽ കണ്ഠര് രാജീവർക്കൊന്നും അങ്ങനെയുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളല്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെയാണ് അത് ഇങ്ങനെ ആലോചിക്കുന്നത്. ഇതിങ്ങനെ കൈമാറേണ്ടതുണ്ടോ എന്ന് പുനരാലോചിക്കേണ്ടതുണ്ട് എന്ന് ഈ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞതിനൊപ്പമാണ് ഞാൻ. കാരണം ഇത് 1905 എങ്ങാണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ഒരു തന്ത്രി കുടുംബത്തെ ഇത് ഏൽപ്പിക്കുന്നത്, അത് പന്തളം രാജകുടുംബം ഏൽപ്പിക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ അതിനു മുമ്പ് മറ്റൊന്നായിരുന്നു അവിടുത്തെ സ്ഥിതി എന്നുള്ളത് യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിലുണ്ട്. വേണമെങ്കിൽ അന്വേഷിച്ച് പിടിക്കാവുന്ന തരത്തിൽ തന്നെ ഈ കാര്യങ്ങളും എല്ലാം ലഭ്യമായിരിക്കെ അങ്ങനെ ആ കാലത്തൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കാലത്ത് വീണ്ടും ഒരു മാറ്റം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാനങ്ങനെ സംഭവിക്കുന്നൊന്നും വിശ്വസിക്കുന്നില്ല. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മുന്നോട്ട് വെച്ച വിഷയം ആരെങ്കിലും ഇതൊക്കെ പറയണമല്ലോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നിൽക്കും. പക്ഷേ ഈ രാഷ്ട്രീയക്കാരെല്ലാം ചേർന്നിട്ട് അതിനെ അങ്ങനെ സംഭവിക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ല, സംഭവിക്കാൻ സമ്മതിക്കില്ല. അത് ഈ പറഞ്ഞ മട്ടിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് വരാൻ സാധ്യത. മാത്രമല്ല ഈ യോഗക്ഷേമ സഭയൊക്കെ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇതിപ്പോൾ ഇദ്ദേഹത്തെ തന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി ഇനിയിപ്പോൾ വേറെ ആരെ വെക്കും എന്നുള്ള ചോദ്യമാവും പിന്നീട് വരിക. പിന്നെ
അവിടെ ഈ തന്ത്രിസ്ഥാനത്തും ബ്രാഹ്മണൻ തന്നെ വേണോ എന്നുള്ള ചർച്ചയും സമാന്തരമായി വേറെ നടക്കും. തന്ത്രിമാരും മറ്റുള്ളവർക്കും ആകാവുന്നതൊക്കെ ഉള്ളൂ, പക്ഷേ അങ്ങനെ തന്ത്രിമാരുമുണ്ട്.